ഹലോ എരിവൺ. അപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ വന്നിട്ട് ഇന്നേക്ക് 6ാമത്തെ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് ജോധ്പൂരിലെ കച്ചാമൻ ഹവേലി എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ഹെറിറ്റേജ് ഹോട്ടലിലാണ്. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഉമൈദ് ഭവൻ പാലസിലാണ് കേട്ടോ. ഇവിടെ എൻട്രി ഫീ വരുന്നത് ഫോറിനേഴ്സിന് 200 രൂപയും ഇന്ത്യൻ സിറ്റിസൺസ് 60 രൂപയാണ് കേട്ടോ. സ്റ്റുഡൻസിന് ഇതിൻ്റെ പകുതി ചാർജേ വരുന്നുള്ളൂ. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഉമൈദ് ഭവൻ പാലസ്. ജോധ്പൂർ മഹാരാജാവായിട്ടുള്ള ഉമേദ് സിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പാലസ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പ്ലാനും ഡിസൈൻസ് എല്ലാം ചെയ്തത് ബ്രിട്ടീഷ് ആർക്കിടെക്ചർ ആയിട്ടുള്ള ഹെൻറി വോൺ ലാഞ്ചസ്റ്റർ ആണ്. അദ്ദേഹം വരച്ചിട്ടുള്ള ആ ഒരു പ്ലാനും അതുപോലെ തന്നെ ഒരു മിനിയേച്ചർ വെർഷൻ കൊട്ടാരത്തിന്റെ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാനായിട്ട് സാധിക്കുമല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നിർമ്മിച്ച അവസാനത്തെ രാജകീയ കൊട്ടാരമാണ് കേട്ടോ ഇത്. ഈ ഒരു കൊട്ടാരം പണിയാനുണ്ടായ ഒരു കാരണം ജോധ്പൂരിലുണ്ടായ കടുത്ത ക്ഷാമകാലത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അപ്പൊ ആ ഒരു സമയത്ത് മഹാരാജ ഉമേദ് സിംഗ് ജനങ്ങൾക്ക് തൊഴിലും ദുരിതാശ്വാസവും നൽകാനായിട്ടാണ് മെയിനായിട്ട് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാണുന്നത് ഉമേദ് സിംഗ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കേട്ടോ. നിങ്ങൾ ജോധ്പൂർ വരാണെങ്കിൽ എന്തായാലും മിസ്സാക്കാണ്ട് വന്ന് കാണേണ്ട ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടോ ഇത്. കാരണം ഈ ഒരു മ്യൂസിയത്തില് മഹാരാജാക്കന്മാര് ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ ആയുധങ്ങളും പിന്നെ അപൂർവ ഇനം വാച്ചസും ഫർണിച്ചേഴ്സ്, ആർട്ട് ഡെക്കോ ഫർണിച്ചേഴ്സിന്റെ ഒരു വലിയ ശേഖരം തന്നെയാണ് കേട്ടോ ഈ ഒരു മ്യൂസിയത്തില്. ഈ ആർട്ട് ഡെക്കോ ഫർണിച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1920-ലും 30-കളിലൊക്കെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു തരം മോഡേൺ ഡിസൈനിലുള്ള ഫർണിച്ചേഴ്സിനെയാണ് ആർട്ട് ഡെക്കോ ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പാലസിൽ ആ ഒരു ശൈലിയിലുള്ള ധാരാളം ഫർണിച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഭാഗത്തായിട്ട് വലിയ വലിയ ചിത്രങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ മെയിൻ ഹോൾസിലും ഈ രാജാക്കന്മാരുടെ മുറികളിലെല്ലാം തന്നെ ചില ചിത്രങ്ങളിൽ സ്വർണ്ണ തകിടുകൾ ഉപയോഗിച്ചിട്ട് പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു തിളക്കവും പ്രത്യേക ഒരു ഭംഗിയാണ് ആ ചിത്രങ്ങൾ കാണാനായിട്ട്. ഞാനിപ്പോൾ കയറി ചെല്ലുന്നത് ക്ലോക്കിന്റെ ഒരു കളക്ഷൻ ഏരിയയിലേക്കാണ് കേട്ടോ. ഇത് രാജാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ക്ലോക്സ് ആണ് ഈ കാണുന്നതൊക്കെ. വളരെ മനോഹരവും വ്യത്യസ്തവുമായിട്ടുള്ള പലതരം ക്ലോക്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പലതും പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തതും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഒരു ഇൻഡോ യൂറോപ്യൻ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു പാലസ് പ്രധാനമായിട്ടും ഇപ്പോൾ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജകീയ കുടുംബത്തിന്റെ താമസസ്ഥലമാണ്. അങ്ങോട്ട് പബ്ലിക്കിന് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. രണ്ടാമത്തേത് താജ് ഹോട്ടലാണ്. മൂന്നാമത് വരുന്നത് നമ്മളിപ്പോൾ കണ്ട മ്യൂസിയം ആണ് കേട്ടോ. ഇവിടെ പഴയ വിന്റേജ് കാറുകളും പുരാവസ്തുക്കളും ഒക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ അങ്ങനെ ഉമൈദ് ഭവൻ പാലസ് ഒക്കെ കണ്ടിട്ട് നേരെ ഇപ്പോൾ പോകുന്നത് മെഹർഗഡ് ഫോർട്ടിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ഫോർട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും നല്ല വെയിലുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒട്ടക സഫാരിയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഈ ഒരു ഒട്ടകത്തിന് മാത്രമേ കണ്ടുള്ളൂ. പാവം അങ്ങനെ കിടക്കുകയായിരുന്നു. ഈ ഒരു കോട്ടയുടെ ഉള്ളിൽ എത്തിപ്പെടാൻ കുറച്ച് പണിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഈ കോട്ടയിൽ പ്രവേശിക്കണമെങ്കിൽ 7 കവാടങ്ങളിലൂടെ കടന്നു വേണം കോട്ടയുടെ ഉള്ളിൽ എത്താനായിട്ട്. ഈ കാണുന്ന മെയിൻ എൻട്രൻസിലുള്ള കവാടത്തിന്റെ പേരാണ് കേട്ടോ ജയ്പോൾ എന്ന്. മഹാരാജാവായിട്ടുള്ള മൻസിംഗ് തന്റെ വിജയങ്ങളുടെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ച ഒരു കവാടമാണ് കേട്ടോ ഇത്. ഈ കവാടത്തിന്റെ ഉള്ളിലൂടെ കടന്നു ചെല്ലുന്നത് ഈ കോട്ടയുടെ ടിക്കറ്റ് കൗണ്ടർ ഏരിയയിലേക്കാണ് കേട്ടോ. രാജസ്ഥാനിലെ എല്ലാ സ്ത്രീകളും തന്നെ തലയിലൂടെ ഇങ്ങനെ സാരി ഇട്ടിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഇതൊരു ബഹുമാന സൂചക അർത്ഥത്തിലാണ് അവരിതിങ്ങനെ സാരി ഇടുന്നത്. നമ്മൾ ഇന്ത്യൻസിന് ഇവിടെ 200 രൂപയും അതേപോലെ ഫോറിനേഴ്സിന് 800 രൂപയാണ് കേട്ടോ എൻട്രി ഫീ വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കോട്ടയുടെ ഉൾവശത്തേക്ക് പോവുകയാണ് കേട്ടോ. ഈ കോട്ടയ്ക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ചുമരുകൾ കണ്ടാൽ മനസ്സിലാവും പീരങ്കി ഉണ്ടകൾ കൊണ്ടിട്ടുള്ള പാടുകളാണ് ഇപ്പോൾ കാണുന്നത്. ജോധ്പൂരിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടയാണ് കേട്ടോ മെഹ്റാൻഗഡ് കോട്ട എന്ന് പറയുന്നത്. 1200 ഏക്കറിലായിട്ട് നഗരത്തിൽ നിന്നും ഏകദേശം 122 മീറ്റർ ഉയരമുള്ള ഒരു മലമുകളിലാണ് കേട്ടോ ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കോട്ട ഇപ്പോ പ്രാവുകളുടെയും ചെറിയ കിളികളുടെയൊക്കെ ആവാസ കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞു കേട്ടോ. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ധാരാളം ചെറിയ കിളികൾ കൂടൊക്കെ കൂട്ടി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
ആ കാഴ്ചകളൊക്കെ കണ്ട കോട്ടയിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. പിന്നെ നമ്മുടെ ഗൈഡ് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഒരു വലിയ ആനക്കും ഒരു ചെറിയ ആനക്കും കടന്നു പോകാൻ കഴിയുന്ന വലിപ്പത്തിലാണ് എല്ലാ കവാടങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു കവാടത്തിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കാണാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജോധ്പൂർ സിറ്റി മൊത്തം നമുക്ക് കാണാനായിട്ട് പറ്റും. ജോധ്പൂരിനെ ബ്ലൂ സിറ്റി എന്ന് വിളിക്കാനുണ്ടായ കാരണം അടുത്ത വീടുകളും നഗരത്തിന്റെ ഓരോ ഷോപ്സുകളും എല്ലാം തന്നെ നീല നിറത്തിലായതുകൊണ്ടാണ്. ഈ കോട്ടയുടെ എല്ലാ കവാടങ്ങൾക്കും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എല്ലാ കവാടങ്ങളും നല്ല ഉയരത്തിലാണ് പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് കരിങ്കല്ലും ഇരുമ്പും മരമൊക്കെയാണ്. ഈ ഒരു കോട്ടയുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. പണ്ട് ഈ ഒരു കോട്ട നിലനിന്ന സ്ഥലത്ത് ചിന്ത്യ നാജി എന്ന് പറയുന്ന ഒരു സന്യാസിയായിരുന്നു ജീവിച്ചിരുന്നത്. കോട്ട നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് രാജാവ് കൽപ്പിക്കുകയും രാജാവിന്റെ ഈ ഒരു കൽപ്പന കേട്ടിട്ട് അദ്ദേഹത്തിന് ഒത്തിരി ദേഷ്യം വന്നു ഈ ഒരു സ്ഥലത്തെ ശപിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ മൊത്തം വരൾച്ച ബാധിക്കട്ടെ എന്നും പറയാണ് അദ്ദേഹം ശപിച്ചത്. അപ്പോൾ ഈ ഒരു ശാപം ഒഴിവാക്കാനായിട്ട് ഇവിടെ ഒരു മനുഷ്യ ബലി ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ഈ ഒരു ശാപം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു പ്രജയായിട്ടുള്ള രാജാറാം മേഘ്വാൾ എന്ന് പറയുന്ന വ്യക്തി മുൻപോട്ട് വന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കേട്ടോ മുമ്പോട്ട് വന്നത്. പിന്നീട് അദ്ദേഹത്തെ കോട്ടയുടെ അടിത്തറയിൽ ജീവനോടെ കുഴിച്ചിടാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷമാണ് ഈ ഒരു കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായത് എന്നാണ് ഐതിഹ്യം. ഈ കാണുന്നതാണ് രാജാറാം മേഘ്വാളിന്റെ സ്മാരകം. ഞാനിപ്പോ നിൽക്കുന്നത് കോട്ടയുടെ ഏറ്റവും ഉള്ളിലുള്ള കവാടത്തിലാണ് കേട്ടോ. ഇതിന്റെ പേര് ലോഹാപോൾ എന്നാണ്. ഇത് മെയിനായിട്ടും ഉണ്ടാക്കിയിട്ടുള്ളത് ഇരുമ്പ് ഉപയോഗിച്ചിട്ടാണ്. ശത്രുക്കളിൽ നിന്നും പ്രത്യേകിച്ച് അവരുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആനകളിൽ നിന്നൊക്കെ കോട്ടയെ സംരക്ഷിക്കുന്നതിനാണ് ഈ ഇരുമ്പ് കവാടം നിർമ്മിച്ചിട്ടുള്ളത്. ശത്രുക്കളുടെ ആനകൾ കവാടം കുത്തി തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കവാടത്തിന് മുന്നിലായിട്ട് ഈ ഇരുമ്പുമുള്ളുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ഈ കവാടത്തിന്റെ തൊട്ടു മുമ്പിലായിട്ട് രാജാക്കന്മാരുടെ മരണശേഷം അവരുടെ ചിതയിൽ ചാടി ജീവനൊടുക്കിയ രാജ്ഞിമാരുടെയൊക്കെ കൈപ്പത്തിയുടെ അടയാളങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞങ്ങളിപ്പോ കയറി ചെല്ലുന്നത് കോട്ടയുടെ മുൻവശത്തെ കോർട്ട്യാർഡിലേക്കാണ് കേട്ടോ. ഈ ഒരു കോർട്ട്യാർഡിനെ കോർണേഷൻ കോർട്ട്യാർഡ് എന്നും അതുപോലെ തന്നെ ശൃംഗാർ ചൗക്ക് എന്നും പറയുന്നുണ്ട് കേട്ടോ. ജോധ്പൂരിലെ രാജാക്കന്മാരുടെയൊക്കെ കിരീടധാരണ ചടങ്ങ് നടന്നിരുന്നത് ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോർണേഷൻ കോർട്ട്യാർഡ് എന്ന് വിളിക്കാനുണ്ടായ കാരണം. പിന്നെ ഇവിടെ സംഗീതന്മാരുടെ സംഗീതവും നൃത്തങ്ങളും ഒക്കെ നടന്നിരുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു പാലസിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നിരവധി പല്ലക്കുകൾ കാണാനായിട്ട് പറ്റും. രാജ്ഞിമാരുടെ രാജാക്കന്മാരുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതി പണിയെടുപ്പിച്ചിട്ടുള്ള പല്ലക്കുകളാണ് ഈ കാണുന്നത്. ഈ ഒരു മ്യൂസിയത്തിലെ ഏറ്റവും വലിയ പല്ലക്ക് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ കാണുന്നത് മഹാദോൽ എന്ന് പറയുന്ന വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള രാജകീയ പല്ലക്കാണ്. 1730 മാർവാറിലെ മഹാരാജ അഭയ് സിംഗ് ഗുജറാത്തിലെ മുഗൾ ഗവർണറായിരുന്ന സർബുലൻ ഖാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ യുദ്ധം മുതലായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ജോധ്പൂരിലേക്ക് ഈ ഒരു പല്ലക്ക്. പല്ലക്കിന് ചുറ്റുമായിട്ട് രാജാക്കന്മാരോ റാണിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന വളരെ വിലപിടിപ്പുള്ള കുറെ വസ്തുക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള വെറ്റിലപ്പെട്ടി. ആ ഒരു പെട്ടിയുടെ ചുറ്റുമായിട്ട് കുറെ പൂക്കളുടെ അലങ്കാരപ്പണികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈൻ ഒഴിച്ചു വെക്കുന്ന കുപ്പി, ഒരു സിൽവർ കുപ്പി. ഇതാണ് വൈൻ ഒഴിച്ചു വെക്കുന്ന കുപ്പി കേട്ടോ. നല്ലൊരു ഭംഗിയായിരുന്നു അത് കാണാൻ തന്നെ. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചെറിയ പെട്ടി നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ രാജാക്കന്മാരും റാണിമാരും അവരുടെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇട്ടുവെക്കുന്ന ഒരു ചെറിയ പെട്ടിയാണ്. ജോധ്പൂരിലെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചിത്രകലാരൂപമാണ് ഈ മാർവാർ പെയിന്റിങ്സ് എന്ന് പറയുന്നത്. 17-ാം നൂറ്റാണ്ടിലെ റാത്തോർ രാജാക്കന്മാരുടെ പ്രോത്സാഹനത്താൽ തുടങ്ങിയതാണ് ഈ പെയിന്റിങ്സ് എല്ലാം തന്നെ. ഈ ചിത്രങ്ങളിലൊക്കെ കൂടുതലും ഹിന്ദു പുരാണങ്ങളും പ്രാദേശിക ഐതിഹ്യങ്ങളും രാജകീയ ജീവിതവുമാണ് മുഖ്യ വിഷയങ്ങളായിട്ട് വരുന്നത്. സ്വർണ്ണത്തകിടുകൾ ധാരാളമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ. ഈ കാണുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ അന്നത്തെ രാജ്ഞിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സസ് ആണ് കേട്ടോ. രാജ്ഞിമാരുടെ രാജാക്കന്മാരുടെയൊക്കെ എല്ലാ വസ്ത്രങ്ങളിലും ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് രാജ്ഞിയുടെ ഒരു സ്കേർട്ടാണ്. അതില് എല്ലാം തന്നെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിന് മാത്രമല്ല, ഈ ടോപ്പിലും ദുപ്പട്ടയിലും എല്ലാം.
ഈ കാണുന്നതാണ് ശീഷ് മഹൽ എന്നറിയപ്പെടുന്ന മുറി. ഇത് മഹാരാജ അജിത് സിംഗിന്റെ കിടപ്പുമുറിയായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആയിരക്കണക്കിന് ചെറിയ കണ്ണാടികൾ കൊണ്ടാണ് ഇതിന്റെ ചുമരുകളും അതുപോലെ സീലിങ്ങും അലങ്കരിച്ചിട്ടുള്ളത്. മെഹ്റാൻഗഡ് കോട്ടയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മുറി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. ഇതാണ് ഫൂൽ മഹൽ എന്ന് പറയുന്നത്. പൂക്കളുടെ കൊട്ടാരം എന്നാണ് ഈ ഒരു മുറിയെ പറയുന്നത്. മഹാരാജ അഭയ് സിംഗ് ആണ് ഈ ഒരു മുറി പണിയേൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം അഹമ്മദാബാദിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ശുദ്ധമായ സ്വർണം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ചുവർ ചിത്രങ്ങളും സ്വർണ്ണപ്പണികളും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മുറി പ്രധാനമായിട്ട് പണിതിട്ടുള്ളത് പ്രൈവറ്റ് മീറ്റിംഗ്സിനും എന്റർടൈൻമെന്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. രാജാവിനെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നൃത്തവും സംഗീതവും ഒക്കെ നടന്നിരുന്നു. പിന്നീട് ഞങ്ങൾ കടന്നു ചെന്നത് ഒരു അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു റോയൽ എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലൊക്കെ നമുക്ക് തോന്നും ഉള്ളില്. ഇവിടെ ധാരാളം പീരങ്കികൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധസമയത്ത് ഇവിടെ നിന്നാണ് കേട്ടോ പീരങ്കി ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതെല്ലാം തന്നെ രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള വാളുകളും പരിചകളും കവചങ്ങളൊക്കെയാണ് കേട്ടോ. അതിന്റെ ഒരു മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കാണുന്ന മുറിയുടെ പേരാണ് തഖ്ത് വിലാസ് എന്ന്. മഹാരാജ തഖത് സിംഗിന്റെ കിടപ്പുമുറിയായിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. തറ മുതൽ മേൽക്കൂര വരെ മുഴുവൻ ചുമരുകളും ഹിന്ദു ദേവീദേവന്മാരുടെയും യൂറോപ്യൻ യുവതികളുടെയൊക്കെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ശൈലിയിലുള്ള ക്രിസ്മസ് ബോൾസ് തൂക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് കേട്ടോ ജാൻകി മഹൽ എന്ന് പറയുന്ന മുറി. ഇവിടെ ധാരാളം തൊട്ടിലുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. രാജകുടുംബത്തിൽ പുതിയ കുട്ടികൾ വന്നു കഴിയുമ്പോൾ രാജാവ് പണിയിപ്പിക്കുന്ന തൊട്ടിലുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. രാജകീയ കുടുംബത്തിലെ സ്ത്രീകൾക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ജാലി വർക്ക്സ് ആണ് ഇതിന്റെ ജനലുകളിൽ ഉള്ളത്. ഈ കാണുന്ന ഏരിയ പറയുന്ന പേരാണ് ഹോളി ചൗക്ക് എന്ന്. 250 ചെറുതും വലുതുമായിട്ടുള്ള ജാലികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേക രീതിയിലെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ചുമരുകളാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള മുറിയാണ് കേട്ടോ മോത്തി മഹൽ. പാലസ് ഓഫ് പേൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രാജാവും മന്ത്രിമാരും ദൈനംദിന കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു. നടുക്കുള്ള പ്രത്യേകം നിർമ്മിച്ച കസേരയിലെ രാജാവും തറയിലെ ഇരിപ്പിടങ്ങളിൽ മന്ത്രിമാരുമാണ് ഇരിക്കുന്നത്. കോട്ടയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് മ്യൂസിയത്തിന്റെ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ ചായപ്പൊടി മസാല ചായയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം രാജസ്ഥാനി ജുട്ടീസ് ആയിരുന്നു. അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായി. ഈ പുറത്ത് നിന്നുള്ള കടയിൽ നിന്നാണ് കേട്ടോ അതൊക്കെ വാങ്ങിയത്. അപ്പൊ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ലാത്തതുകൊണ്ട് അതൊന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഈ കോട്ടയുടെ അകത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ കോട്ടയിൽ നിന്ന് ഇറങ്ങാണ്. Rajasthan. Yeah? Malayalam sing a song. With me sing a song. Okay. ये कुत्ते नाडन पुंजे गिले चोकने कुयलाल कुट्टू वेणम पुर वेणम पुरव वेणम ओ दित्ति तारा दित्ति ते दित्ते दगने नेलो दित्ति तारा दित्ति ते दित्ते दगने ने ओये लाल कुट्टू वेणम पुर वेणम पुरव वेणम कुत्ते नाडन पुंजे गिले അങ്ങനെ ആ ഒരു അടിപൊളി മലയാളം പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ കോട്ടയിൽ നിന്ന് ഇറങ്ങി നേരെ ചായ കുടിക്കാനായിട്ട് പോയിട്ടോ. ഇവിടെ നിന്നൊരു അടിപൊളി മാഗിയുടെ ന്യൂഡിൽസ് നമ്മൾ കഴിച്ചിട്ടോ. ഒരു തരി പോലും ബാക്കി വെച്ചില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഈ മാഗിക്ക്. ഇനി നമ്മൾ നേരെ പോകുന്നത് രാജസ്ഥാനിലെ വേറൊരു സിറ്റി ആയിട്ടുള്ള ജയ്സൽമീറിലേക്കാണ് കേട്ടോ.
അങ്ങനെ ഒരു 4 മണിക്കൂറത്തെ യാത്രക്കൊടുവിൽ ഇതേ നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടോ. നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ഹെൽസിങ്കി ഹൗസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. അപ്പം നമ്മളിങ്ങോട്ട് വരുന്ന വഴി ഇവിടെ ലൈറ്റും ആൾക്കാരെ ഒന്നും കണ്ടില്ല. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരെ ഒന്നും കാണാത്തതെന്നാണ്. ഈ കാണുന്ന ബ്യൂട്ടിഫുൾ റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയ റൂം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.